ഇത്തരത്തിലുള്ള ധാരാളം കമ്പനികളുടെ ആൾക്കാർ നമ്മളെ സമീപിക്കും. നിങ്ങളുടെ കമ്പനിയേക്കാൾ കൂടുതൽ വരുമാനം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ നിങ്ങൾ ഒരുപാട് പ്രോഡക്റ്റുകൾ കൊണ്ടു നടന്ന് വിൽക്കണ്ടേ, ഇവിടെ ഞങ്ങൾക്ക് പ്രോഡക്റ്റുകളൊന്നും വിൽക്കാനില്ല, ആളെ ചേർത്താൽ മാത്രം മതി, ഞങ്ങൾക്ക് വരുമാനം കിട്ടും. അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ അന്വേഷിക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം, പ്രോഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് ലാഭം കിട്ടുന്നത്. അപ്പൊ അത് ആൾക്കാരിലൂടെ നടത്തുന്ന കച്ചവടമാണ്. അല്ലാതെ ഒരാളെ മാത്രം കൊണ്ടുവരിക, അല്ലെങ്കിൽ ആളെ കൊണ്ടുവരുമ്പോൾ മാത്രം വരുമാനം കിട്ടുക എന്ന് പറയുന്നത് ഒരിക്കലും ഡയറക്റ്റ് സെല്ലിംഗ് അല്ല. ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യുന്ന കമ്പനികളായിരിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് ഭാഗ്യമുണ്ട്. കാര്യം നമുക്ക് നിത്യേന ആവശ്യമുള്ള ധാരാളം പ്രോഡക്റ്റുകളാണ് കമ്പനി മാർക്കറ്റ് ചെയ്യുന്നത്. ചില കമ്പനികൾ അവര് പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നു എന്ന് നമ്മളെ അറിയിക്കാൻ വേണ്ടി മാത്രം എന്തെങ്കിലുമൊക്കെ പ്രോഡക്റ്റുകൾ കൊണ്ടുവരും. എനിക്കറിയാവുന്ന ചില കമ്പനികളുണ്ട്, 10 വർഷത്തിന് മുമ്പ് തുടങ്ങിയതാണ്, ഇപ്പോഴും അന്ന് തുടങ്ങിയതുപോലെയുള്ള 4 or 5 പ്രോഡക്റ്റുകളെ ഇപ്പോഴും മാർക്കറ്റ് ചെയ്യുന്നു. അതേസമയം നമ്മുടെ കമ്പനി കുറച്ച് പ്രോഡക്റ്റുകളുമായിട്ട് തുടങ്ങി ഇന്ന് 100-ലധികം പ്രോഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആരുടെ അടുത്ത് വേണമെങ്കിലും പോയി നമുക്ക് ഇന്ന് നമ്മുടെ ബിസിനസ് പറയാം. അത്രയ്ക്കും കമ്പനി വളർന്നു കഴിഞ്ഞു. ഇന്ന് എന്തെല്ലാം മേഖലയിൽ ഉള്ള അതായത് ഏതെല്ലാം മേഖലകളിലേക്ക് കടക്കാമോ ആ മേഖലകളിലേക്കൊക്കെ കടന്ന് ധാരാളം ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയായി മാറിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, അടുത്ത കാലത്ത് കമ്പനി അഗ്രോ പ്രോഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങി. അഗ്രോ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിലുള്ള അഗ്രോ പ്രോഡക്റ്റ് അല്ല മാർക്കറ്റ് ചെയ്യുന്നത്. നമുക്ക് ഇനിയുള്ള കാലത്ത് നമുക്ക് ആവശ്യമുള്ള ഏറ്റവും സയന്റിഫിക് ആയിട്ടുള്ള നാനോ ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കമ്പനിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഭാഗമാകാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ഭാഗ്യം. അതുപോലെ തന്നെ